മിഥുന്റെ മൃതദേഹം കിടക്കുന്ന സ്കൂളിൽ നിന്നൊരു ദൃശ്യം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുകയാണ്. നെഞ്ചുപൊട്ടി സങ്കടം സഹിക്കാനാകാതെ കരയുന്നതാണ്. എത്ര മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്, എത്ര പേരാണ് ടെലിവിഷന് മുന്നിൽ കരയുന്നത്. കണ്ണൻ ടീച്ചർമാരാണോ? ഈ തിരക്കിൽ ആളുകളെ തിരിച്ചറിയൽ അത്ര എളുപ്പമല്ല, പ്രായോഗികമല്ല. എങ്കിലും തീർച്ചയായും രതീഷ്, ആ സ്കൂളിലെ മിഥുൻ്റെ ടീച്ചറായിരുന്ന റൂബി ടീച്ചറാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ടീച്ചർമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രിയ ശിഷ്യനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത്. നിറകണ്ണുകളോടുകൂടി അല്ലാതെ നമുക്കത് ആ കാഴ്ച കാണാൻ സാധിക്കില്ല. ആ ടീച്ചറിനോട് ഞാൻ സംസാരിച്ചതാണ്. ആ ടീച്ചർ ആ മകനെക്കുറിച്ചുള്ള, ആ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചതാണ്. മിഥുൻ്റെ അമ്മ വിദേശത്താണ്. വൈകുന്നേരങ്ങളിൽ അമ്മ വിളിക്കും, പിറ്റേ ദിവസം രാവിലെ അമ്മ വിളിച്ച് ഓരോ കാര്യങ്ങളും വന്ന് ആ അധ്യാപികയോടുകൂടി വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അമ്മ വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകൾ, അതിൻ്റെ വിവരണങ്ങളൊക്കെ തന്നെ ആ കുട്ടിയോട് ആ ടീച്ചറോട് പറയാറുണ്ട്. അതായത് ഒരു അമ്മയോടെന്ന പോലെ തന്നെ ടീച്ചറോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അത് ആ ടീച്ചർക്ക് ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോകുമ്പോൾ ഇനി അവനില്ല, ഇനി തൻ്റെ ക്ലാസ്സിൽ ഒരു ശൂന്യതയാണ്. അവൻ്റെ റോൾ നമ്പർ വായിക്കുന്ന സമയത്ത്, ആ റോൾ നമ്പറെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവനില്ല എന്നുള്ളത് എല്ലാ ദിവസവും ആ അറ്റൻഡൻസ് ബുക്ക് കയ്യിലുള്ള സമയത്ത് ആ മനസ്സ്, ആ ജീവിതകാലം അങ്ങോളം ഇങ്ങോളം ആ ടീച്ചറിൻ്റെ ഒരു വേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ടീച്ചർ അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്യാപകരായിട്ടുള്ള ആൾക്കാരുണ്ട്, സഹപാഠികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ നിറകണ്ണുകളോടുകൂടി ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് സ്കൂളിലെ പൊതുദർശനം നടക്കുകയാണ്. മിഥുൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചേതനയേറ്റ ശരീരമായി മിഥുനും വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ചന്ദനക്കുറിയും ഭസ്മക്കുറിയും തൊട്ട് ഒരു ശാന്തനായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശാന്തതയോടുകൂടി എല്ലാ ക്ഷീണവും തീർത്തുറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് എനിക്കത് കാണാൻ സാധിക്കുന്നത്. നമ്മളും രക്ഷിതാക്കളാണ്, അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ കൂടി പറഞ്ഞാൽ മനസ്സിലാകും. എന്തുതന്നെയായാലും ആ കുഞ്ഞിനൊരു യാത്രാമൊഴി നൽകുന്ന അവസാനമായി അവൻ ഓടിക്കളിച്ച തിരുമുറ്റമാണ്. 1.5 മാസം മാത്രമേ ഇവിടേക്ക് എത്തിയിട്ടുള്ളെങ്കിൽ അവൻ ഓടിക്കളിച്ച ഒരു തിരുമുറ്റമാണ്. ആ തിരുമുറ്റത്ത് അവനെ അവസാനമായി ടീച്ചർ, ഞാൻ നേരത്തെ രാവിലെ കണ്ട് ആ ടീച്ചറിനോട്, ഇപ്പോൾ ആ ടീച്ചറാണ് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഇനി ഒരിക്കൽ പോലും അവനെ കാണാൻ സാധിക്കില്ല. ടീച്ചറോട് ഞാൻ ഇന്ന് രാവിലെ അവനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ പങ്കുവെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ടീച്ചറകത്തേക്ക് ഓടിപ്പോയ ഒരു അധ്യാപിക, ആ അധ്യാപിക ഇപ്പോൾ വന്ന് അവസാനമായി അവന് യാത്രാമൊഴി നൽകുന്നു. ഇതെല്ലാം ഈ നിറകണ്ണുകളോടുകൂടി കരഞ്ഞുകൊണ്ട് വരുന്നവരെല്ലാം ആ സ്കൂളിലെ അധ്യാപകരാണ്. അവനെ അറിയാവുന്ന ആൾക്കാരാണ്. അവനെ ഭാവിയിൽ പഠിപ്പിച്ച് നല്ല വിദ്യാർത്ഥിയാക്കി, നല്ല പൗരനാക്കി ഈ സമൂഹത്തിന് കൈമാറേണ്ടിയിരുന്ന അധ്യാപകരാണ്. അവർക്ക് ഇങ്ങനെ അല്ലാതെ ഒരു യാത്രാമൊഴി എങ്ങനെ നൽകാൻ സാധിക്കും? അവർക്ക് കരഞ്ഞുകൊണ്ട് മാത്രമേ അത് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ അധ്യാപകരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ തെറ്റാണ്, ഞങ്ങൾക്ക് വന്ന പിഴവാണ്. ആ പിഴവ് ഒരു മറു കാര്യമില്ല. കാര്യം ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. നഷ്ടമായത് ആ വീട്ടുകാർക്കാണ്. ആ അമ്മ അല്പസമയത്തിനുള്ള ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചേതനയറ്റ ശരീരവുമായി വൈകാരികമായി അല്ലാതെ ആർക്ക് സംസാരിക്കാൻ കഴിയും? എങ്ങനെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും?